Hello dears. നമ്മുടെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 5 റെവല്യൂഷൻസ് അഥവാ 5 വിപ്ലവങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ്, ഒരു റെവല്യൂഷൻ ആണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമ്മുടെ പബ്ലിക് എക്സാമിന് പ്രത്യേകിച്ചും 2 തവണ മാർച്ചിലെ പബ്ലിക് എക്സാമിന് 6 മാർക്കിന്റെ ചോദ്യമായിട്ട് നമ്മളോട് ചോദിച്ചത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. സോ ഈ ഒരു റെവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ, ഈ ഒരു വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് വേഗം ഈ ക്ലാസ്സിലേക്ക് പോവാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ വരുന്നു. അമേരിക്കയില് 13 കോളനികൾ, എത്ര കോളനികളാണ്? 13 കോളനീസ് ഉണ്ടാക്കുന്നു അല്ലെ. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ നമ്മളിവിടെ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ 13 കോളനീസ് 13 കോളനികൾ പിടിച്ചെടുക്കിയ ശേഷം അവിടെ നടപ്പിലാക്കിയ നിയമങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്തരം നിയമങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് മെർക്കന്റലിസ്റ്റ് ലോസ്. മെർക്കന്റലിസ്റ്റ് ലോസ് അഥവാ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ അല്ലെ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ ഈ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ? ഒരു 4 നമ്മൾ മിനിമം പഠിച്ചു വെക്കണം. ഒന്ന്, the goods to and from the colonies must be carried only the British ships or ships built in the British colonies. അതായത് അമേരിക്കയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും അത് ബ്രിട്ടീഷുകാരെ കപ്പലിലായിരിക്കണം. പോയിന്റ് നമ്പർ 1. 2, products of the colonies like sugar, wool, cotton, tobacco. ഷുഗർ എന്ന് വെച്ചാൽ പഞ്ചസാര, വൂൾ എന്ന് വെച്ചാൽ കമ്പിളി, കോട്ടൺ എന്ന് വെച്ചാൽ പരുത്തി അല്ലെ, ആൻഡ് ടൊബാക്കോ എന്ന് വെച്ചാൽ എന്താണ്? പുകയില. ഇതെന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കൻ കോളനികളിൽ നിന്നും ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടനിലേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. മറ്റൊരാളെ നാട്ടിലേക്കും എന്ത് ചെയ്യരുത്? ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. 4, ബ്രിട്ടീഷ് സ്റ്റാമ്പ് must be affixed on the all legal documents, newspaper, pamphlets, license, etc. അതായത് അമേരിക്കയിൽ ഇറങ്ങുന്ന വർത്തമാന പത്രങ്ങള്, പ്രമാണങ്ങള്, ലഘുലേഖകള്, ലൈസൻസുകള്, ഇതിനൊക്കെ മുകളിൽ ഇംഗ്ലണ്ടുകാരുടെ എന്തുണ്ടായിരിക്കണം? മുദ്ര അഥവാ സീൽ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. ആൻഡ് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് food and quarters for the British troops which were maintained in the colonies. എന്താ അങ്ങനെ പറഞ്ഞാല്, അതായത് കുറെ ബ്രിട്ടീഷ് പട്ടാളക്കാർ എവിടേക്ക് വന്നിട്ടുണ്ടാവും? അമേരിക്കൻ കോളനികളിൽ വരുന്നുണ്ടാവും അല്ലെ. ഈ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ അമേരിക്കയിൽ എത്തിയ പട്ടാളക്കാർക്ക് ആവശ്യമായ താമസവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് കൊടുക്കണം? കോളനിക്കാർ, അതായത് അമേരിക്കക്കാർ നൽകണം എന്നാണ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഇവിടെ പഠിക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെയൊക്കെ അമേരിക്കക്കാരെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഫൈറ്റ് ചെയ്യാൻ അമേരിക്കക്കാരെ കൂടുതൽ പ്രചോദിപ്പിച്ച ആളുകൾ, അതായത് ഇൻസ്പയർ ചെയ്തത്. വീണ്ടും പറയുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ അമേരിക്കയിലെ ജനങ്ങളെ പ്രചോദിപ്പിച്ച, ഇൻസ്പയർ ചെയ്ത, എൻകറേജ് ചെയ്ത തിങ്കേഴ്സ്, ചിന്തകന്മാർ ആരൊക്കെ? ഈ പേര് പഠിക്കാതെ ഈ പാഠം പഠിക്കരുത്. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ആളുടെ പേരാണ് ജോൺ ലോക്ക്. ആരാണ് ഒന്നാമത്തെ ആളുടെ പേര്? ജോൺ ലോക്ക് ആണ്. അദ്ദേഹം പറഞ്ഞ വാക്യം ഇങ്ങനെയാണല്ലേ, എവ്രിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. ഒരു ഗവൺമെന്റിന് അത് എന്ത് ചെയ്യാൻ പറ്റൂല? ഇല്ലാതാക്കാൻ പറ്റൂല. രണ്ടാമത് അല്ലെ, അമേരിക്കൻ ജനതയെ ഇൻസ്പയർ ചെയ്ത മനുഷ്യന്റെ പേരാണ് തോമസ് പെയിൻ. തോമസ് പെയിന്റെ വാചകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക പോലുള്ള വലിയൊരു രാജ്യത്തെ, ഇംഗ്ലണ്ട് പോലൊരു ചെറിയ രാജ്യത്തിന് ഒരുപാട് സമയമൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല? ഭരിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇതും പഠിച്ചിരിക്കണം. പിന്നെ പഠിച്ചിരിക്കേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലങ്ങളാണ്. അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നതിന്റെ അല്ലെ എന്തൊക്കെ അതിന്റെ എഫക്റ്റ് എന്താണ്, അതിന്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഗേവ് ഡിറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. ലോകത്ത് പിന്നീട് നടന്ന എല്ലാ സമരങ്ങൾക്കും ആവേശമായത് അല്ലെ, ബാക്കിയുള്ള പല സമരങ്ങൾക്കും മോട്ടിവേഷൻ ആയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം.
put forward the concept of republican form of ഗവൺമെന്റ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന ഭരണരീതി ലോകത്ത് ആദ്യമായിട്ട് നിലവിൽ വന്നു. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. കോൺട്രിബ്യൂട്ടഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം that ensured freedom and authority of states in the union. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം, അതായത് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, ഫെഡറൽ സിസ്റ്റം, അതായത് ഇൻട്രൊഡ്യൂസ്ഡ് ഫെഡറൽ സിസ്റ്റം അല്ലെ, ലോകത്ത് ആദ്യമായിട്ട് ഫെഡറൽ സംവിധാനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. ഏറ്റവും ചുരുങ്ങിയത് ഈ 3 കാര്യങ്ങളെങ്കിലും നമ്മൾ ഈ ഭാഗത്ത് നിന്നും പഠിച്ചിരിക്കണം. മെർക്കന്റലിസ്റ്റ് ലോസ്, തിങ്കേഴ്സ് ആൻഡ് ഈ റിസൾട്ട്. പിന്നെ ഇതിനിടയിൽ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഭാഗം മാത്രമായിരിക്കും. സോ ഈ ഏരിയ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണോ വേണ്ടത് ആ ടോപ്പിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ്. സോ വീണ്ടും കാണാം. ബൈ ബൈ.